എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് അല്ല അപ്പൊ നമ്മൾക്ക് ഇന്ന് വിരുന്നാരും ആരൊന്നുമില്ല കേട്ടോ, നമ്മളൊറ്റയ്ക്കാണ് ഇന്ന്. പിന്നെ അമ്മയ്ക്ക് അസുഖത്തിന് ചെറുതായിട്ട് ഒരു ഭേദം വെച്ചാല് ഇങ്ങനെ മെല്ലൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, എന്നാലും നടക്കാൻ കഴിയുന്നതും റെസ്റ്റാണ്. എല്ലാരും പറയുന്നുണ്ട് ഊരവേദനയ്ക്ക് നല്ല റെസ്റ്റാണ് വേണ്ടത്. എത്ര റെസ്റ്റ് എടുക്കണേ അതിനനുസരിച്ച് നമുക്ക് പിന്നെ നടക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂന്ന്. പക്ഷെ ഇപ്പൊ തന്നെ കിടന്നിട്ടാകെ മടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിക്ക് പോകുമ്പോ നടക്കും, അല്ലാതെ നടക്കും. അതെ, പിന്നെ ഇപ്പൊ ബാത്റൂമിക്ക് ആയാലും ഇപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യല, അതപ്പോ എന്താ ചെയ്യാ. അപ്പൊ അത് വിചാരിച്ചിട്ട് പോവും വരും, അല്ലാതെ ഒന്നും ചെയ്യണമൊന്നുമില്ല. അങ്ങനെ പണിയെടുത്തോണ്ടും അടങ്ങി നിക്കാത്ത ആൾക്കാര് ഇങ്ങനെ അടങ്ങി നിൽക്കുമ്പോഴേ നമുക്ക് തന്നെ തടിക്കരുതല്ലേ. ഇപ്പൊ മുഖം തന്നെ ആകെ വീർത്തിട്ട് എല്ലാരും പറയുന്നുണ്ട് തടിച്ചിട്ടുണ്ട് നല്ലോണം നന്നായിട്ടുണ്ട്. അത് മരുന്നിന്റെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കിടക്കല്ലേ, ഒരുപാട് പണിയെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് കിടപ്പിലായപ്പോ ആകെ അങ്ങോട്ട് വീർത്തതാണ്. പിന്നെ അങ്ങനത്തെ ശരീരമാണ്. പിന്നെ അപ്പൂസിനും തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അലർജി പ്രശ്നമുണ്ട്. അത് കൂടിയും കുറഞ്ഞും അങ്ങനെ നിൽക്കും. കൂടുതലും രാവിലെയാണ്. രാവിലെ നീക്കുന്ന സമയത്താണ് അവന് തുമ്മല്, മുഖം ഒക്കെ, കണ്ണ് ചൊറിയ, മൂക്ക് ചൊറിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രാവിലെ അങ്ങോട്ട് വരും. പിന്നെ പകലൊന്നും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ട് കാണാമല്ലോ കേട്ടോ. അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ പാണ്ടിക്കാട് ഒരു ഹോമിയോ ക്ലിനിക്കിലെ ഹോമിയോ ഡോക്ടറെ കാണിച്ചു തന്നത്. അപ്പൊ പിന്നെ ഏട്ടന് പണിയില്ലാതെയൊക്കെ ആയ സമയത്ത് നമ്മളത് അങ്ങോട്ട് നിർത്തി. അങ്ങനെ അത് ഡോക്ടറെ നിർദ്ദേശം അല്ലാതെ നിർത്തിയതാണ്. പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഗവൺമെന്റ് ഹോമിയോ. അങ്ങനെ അവിടെ കാണിച്ചതിന് ശേഷം എന്താ നല്ലോണം മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ കുറച്ച് ദിവസമായിട്ട് നല്ലോണം വീണ്ടും വന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തന്നെ പോയി പാണ്ടിക്കാട് തന്നെ പോയിട്ട് ഓൻ്റെ അസുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിയിട്ട് വന്നു. അതിപ്പോൾ ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ്. പക്ഷെ ഉച്ചയ്ക്ക് നേരം കുടിച്ചുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു മാറ്റമുണ്ട് തോന്നുന്നു. കണ്ണൊന്നും ചൊറിയണമൊന്നുമില്ല. അപ്പം ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ. അമ്മയ്ക്ക് എന്താ വന്ന് ഇന്ന് കുറച്ച് ഇതുണ്ടല്ലേ, സൗണ്ട് ഉണ്ടാക്കുന്നത് പക്ഷെ നടക്കാനും നമുക്ക് നീച്ചെടുക്കാനും പഴയ പോലെ അതാണ് പ്രശ്നം. നമുക്ക് അതാണേ, നമ്മൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാനുള്ള എന്താ ചെയ്യാൻ കഴിയണില്ല, അതാണ് വേറെ പ്രശ്നം. അല്ല ഇനിയിപ്പോ ജോലി ചെയ്യാൻ ഇനിയൊന്നും പറ്റൂല. ഇനി നമുക്ക് ഇങ്ങനെ ഇരിക്കല്ല, എന്താണ് പറ്റുന്ന പറയണ അമ്മ. അല്ല അതല്ല, നിങ്ങള് ജോലിയും ചെയ്യണ്ട, അങ്ങനെ ഇരുന്നാ മതി. ഇങ്ങനെ ഇരുന്ന് ഇത് മതി. എന്നാലും അതൊന്നും വേണം, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്നും വേണ്ട. കാര്യപ്പെട്ട ഒരു ഇത് പറയുന്നത് തൊഴിലുറപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അതെന്തായാലും ഇപ്പൊ ഇനി പോവാൻ പറ്റുന്ന തോന്നണില്ല. അതിന് പോണമെന്നില്ല, നമ്മള് പറഞ്ഞേക്കൊന്ന് ആദ്യം തന്നെ പറഞ്ഞു. അത് പിന്നെ വെച്ചാല് അത് 10 പണിന്റെ ഉള്ളൂ നമ്മൾക്ക്. അങ്ങനെ 90 പണി നമ്മള് ഇതിൽ കിട്ടും. പിന്നെ 10 പണിയല്ലേ, അത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് അടുത്ത മാർച്ച് വരെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇനി നടക്കൂല, ഇനി വിടുന്നില്ല. ഇനി നമ്മള് ഇനി ഇത്രയും 64 വയസ്സായില്ലേ, ഇത്രയും കാലം നമ്മളെ ശരിക്കും നോക്കി. ഇന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ടാലേ എന്താ പറയാ, ഇന്നൊക്കെ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയാണ്. അതെ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് പണിക്ക് പോയതാ. അതും കല്ലുമല പറയും ഇവിടെ അല്ലേ. എന്നിട്ട് കല്ലേറ്റാൻ പോയ ആ കഥയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഞങ്ങളോട് ഇരുന്ന് ഇങ്ങനെ പറയും. എന്താ അത്രയും കഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിഞ്ഞ് 1 മാസോ ഒക്കെ അല്ലേ വീട്ടിൽ നിന്നിട്ടുള്ളൂ. കുറച്ചൊക്കെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. എന്നിട്ട് പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞ 14 അല്ലേ, 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഈ 64 വയസ്സ് വരെ പണിയെടുത്തു. അപ്പൊ വീടൊക്കെ ഇട്ട് അവിടെ അതുണ്ടാക്കാം. ഇനി നമ്മൾക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാം അല്ലേ. പിന്നെ ഇന്ന് നമ്മള് പോയപ്പോ കൊറേ ആൾക്കാര് അറിഞ്ഞു. അതെ, സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. പിന്നെ അവരൊക്കെ നമ്മളോട് സംസാരിച്ചു. കൊറേ ആൾക്കാര് 3 ആളെ കണ്ടുട്ടോ. പിന്നെ ആൾക്കാർ എന്താ അറിയില്ല, അറിയണവരെന്നെയാവും. പക്ഷെ മുണ്ടാന് നമ്മക്ക് അറിയില്ലല്ലോ ആരാണെന്ന്. പക്ഷെ ആ നോക്കണ കാണുമ്പോ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ അമ്മോട് സംസാരിച്ചു. പിന്നെ വലിയ ഹോസ്പിറ്റൽ, നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ്. അതെ,
ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറെ ദൂരത്ത് നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ അങ്ങനെ അവരൊക്കെ എടുത്ത് വന്ന് നമ്മളെ കൈ പിടിച്ചൊക്കെ സംസാരിച്ചു. അത് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ റോട്ടിൽ ഒരു ചേച്ചി കണ്ടു, എന്നിട്ട് ഇപ്പുറത്ത് വില കുറഞ്ഞു വന്ന് നമ്മളോട് കുറെ സംസാരിച്ചു. അതന്നെ അമ്മേന്റെ വർത്താനം, അമ്മയും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. അതന്നെ അമ്മേന്റെ വർത്താനം അപ്പൂസിന്റെ വർത്താനം ഒക്കെ ചോദിച്ചു. എന്താ അത് ഒരു പ്രത്യേക ഒരു സന്തോഷം. നമ്മളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒക്കെ വർത്താനൊക്കെ പറഞ്ഞേല് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം എത്ര 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ഒരു വട്ടം ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ചായയും മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ അമ്മയ്ക്ക് ഒരു ആഗ്രഹം നമ്മള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാനും തിന്നാനൊക്കെ തോന്നുക. അപ്പൊ അപ്പൂസ് പോയി കണ്ട് എളുപ്പമുള്ള ഒരു സംഭവമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് പേടിയെന്ന്. അപ്പൊ അമ്മയ്ക്കും പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാണ്. അപ്പൊ ഉണ്ടാക്കാഞ്ഞിട്ട് ഭയങ്കര ധൃതിയാണ്. എന്താ നമ്മൾ ഉണ്ടാക്കണേ പറഞ്ഞു കൊടുക്കുക, അപ്പു പറഞ്ഞു കൊടുക്കണം. അപ്പൂസാണല്ലോ അമ്മമ്മക്ക് കൊണ്ടുവന്നത്. അറിയും. ഈ പഴവും ബൂസ്റ്റും എല്ലാം കൂടി വെച്ചിട്ടുള്ള പാലും വെച്ചിട്ടുള്ള സാധനമാണ്. എന്താ ഇനി പറയാ, ചായ. ഇങ്ങനെ പഴമൊക്കെ വെച്ചിട്ട് എല്ലാരും ചായ ഉണ്ടാക്കുക. എന്നാ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു കൊടുക്ക. അറിയാ നമ്മൾ എന്താ ഉണ്ടാക്കണേ പറഞ്ഞു കൊടുക്കൂ. ജ്യൂസ് അല്ല, ശരിക്കും അവിടേക്ക് നോക്കി പറഞ്ഞു കൊടുക്ക്. അനക്കറിയാം, നമ്മള് പറഞ്ഞില്ലേ നമുക്ക് ഇത് ഉണ്ടാക്കാന്നാല്. അമ്മ പറയാം, അമ്മയ്ക്ക് അമ്മ പറഞ്ഞു ഷേക്ക്. അതന്നെ, എന്ത് ഷേക്കാണ് അപ്പൊ? അതും അറിയില്ലേ, മോശാട്ടപ്പോ. അപ്പൊ ഉണ്ടാക്കട്ടെ, ഞങ്ങള് ഷാർജ ഷേക്ക് ഉണ്ടാക്കണം. ബൂസ്റ്റ് വെച്ചിട്ടാട്ടോ, ഹോർലിക്സ് വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബൂസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇല്ല. അപ്പൊ ഇനി ചെറുപഴവും ബൂസ്റ്റും വെച്ചിട്ട് അധികം എന്താ പറയാ ചെലവൊന്നുമില്ല. അമ്മ പഴം ചെല്ലുന്നത് നമ്മളെ തണുപ്പിന് ബാധിക്കും. ഊരക്ക് തണുപ്പാകുമ്പോ പ്രശ്നം വരുമോ? ആഗ്രഹങ്ങൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. നമ്മളെ അമ്മക്ക് അടിപൊളി സാധനം ഉണ്ടാക്കി കൊടുക്കണം. നല്ലതാണ് ചെറുപഴം. അത് മാത്രം ഒന്നും കുടിക്കണ്ട, ഒരു ഗ്ലാസ്സൊക്കെ അല്ലേ നമ്മള് കുടിക്കുള്ളൂ. തോഞ്ഞ് പറ്റൂലെങ്കിൽ. അപ്പൊ നാളെ ഉണ്ടല്ലോ ഞങ്ങളെ സന്ദേശിച്ചില്ല കുട്ടി പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് പോവാന് പറ്റൂല. 90 ദിവസമായി നാളേക്ക്. 3 മാസം നാളെ പോവാണ് കുട്ടി. അപ്പൊ നമുക്ക് പോവാൻ പറ്റൂല. ഇതുവരെ പോണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഓട്ടോയിൽ ഇങ്ങനെ കുത്തി കിടന്ന പ്രശ്നമാണ്. അതാണ് അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മള് വീഡിയോ കോൾ വിളിച്ചിപ്പ് വെച്ചിട്ടുള്ളൂ. അതറിയാം, നമ്മളെ തടി നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇതുവരെ കണ്ടില്ല. സാറില്ല, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അത് പിന്നെ മാറിയിട്ട് പോവാം. അല്ല ഒക്കെ പാടുണ്ടായി നല്ല കട്ടയോ. ബസ്സിന്റെ ബസ് പോയി. അപ്പൊ എന്റെ ബസ് പോയി. പഞ്ചസാര ഇട്ടൊന്നും അടിക്കാം. അപ്പൊ ഇതില് ചെറുപഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ പഴം കൂടെ ഭയങ്കര കട്ടിയാവും വിചാരിച്ചിട്ടാണ്. പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് ഇതൊക്കെ ബൂസ്റ്റും കൂടി ഇടട്ടെ. ഇപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ എന്താ പറയാ, കൊലായിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇന്ന് ഇവിടെ ഇരുന്നാലേ അതെന്താ അറിയോ, നമുക്ക് അവിടെ ഇവിടെ ഒക്കെ പോണെന്നുണ്ട്. പക്ഷെ നമ്മളെ അമ്മേനെ ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ? ആരാ പറഞ്ഞേ? ഞാൻ കമന്റ് നോക്കിയില്ല. അജ്മൽക്ക പറഞ്ഞില്ല. അപ്പൊ തന്നെ അമ്മ ഓർത്തു, ഞാൻ മറന്നു. നിങ്ങൾക്ക് കൊറേ കോളൊക്കെ നമുക്ക് കൊറേ അതിന്റെ ഇടയിൽ ഇപ്പൊ എന്താ വെച്ചാ നമുക്ക് ഫോണിന് ഒരു ഒഴിവില്ല, ഫുൾ ടൈം കോളാണ്. അതാണ്. അപ്പൊ അജ്മൽക്കും പറഞ്ഞിട്ടുണ്ട് ഹായ് കൊടുക്കാൻ. അതുപോലെ അല്ല നമ്മളെ മുബഷിറാബാനുണ്ട് താനൂരുള്ള ആളെ മക്കൾക്ക് രണ്ടാക്കും കൂടി ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അവർക്ക് എല്ലാവർക്കും കൂടി ഹായ് കൊടുത്തു. അജ്മൽക്കൊക്കെ ഒരു ഹായ് പറഞ്ഞ. സുഖണ്ട് പറഞ്ഞാളെ. സുഖണ്ട് എല്ലാരോടും മാറ്റുണ്ട്. പിന്നെ മുബഷിറ ബാനുനും ബാനുന്റെ കുട്ടിയാക്കും ബാനുവിനും കുട്ടിയാക്കും ഹായ്. അപ്പൊ അപ്പൂസ് ഇതൊന്നും അടിക്കാൻ കേട്ടോ. കൊറേ നേരം ആയോ ഷാർജ ഷേക്ക് കണ്ടോ. പാലാട്ടോ. മഴക്കാലാണെങ്കിലും അരയാനാണ് കുറച്ചുകൂടി പാല്. എന്താണ് മഴക്കാലാണെങ്കിലും ചൂടാണ്. അതാണ് മഴ പെയ്യും എപ്പോഴേലൊക്കെ ഒന്ന് പെയ്യും കേട്ടോ. അതും വൈകുന്നേരം സമയത്തൊന്ന് പെയ്തെങ്കിലും ഉള്ളൂ. അത് പെയ്ത് കഴിഞ്ഞാൽ ചൂടാ, ഭയങ്കര ചൂട്. എല്ലാരും പറയുന്നത് കേട്ടോ, വേനൽക്കാലം പോലെ തന്നെ ചൂടാണ്. അപ്പൊ ശരി ഷാർജ
ഷാർജ ഷേക്ക്. ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടം തന്നെ സാധനം. ഇത് ഓർലിക്സ് വെച്ചിട്ടും ചെയ്യാട്ടോ. ഓർലിക്സ് വെച്ച് ചെയ്താൽ ഓർലിക്സിന്റെ രുചി ഉണ്ടാവും, ബൂസ്റ്റ് വെച്ച് ചെയ്താൽ ബൂസ്റ്റിന്റെ രുചി ഉണ്ടാവും. അപ്പൊ ചെറിയ മൈസൂർ പഴം, ചെറിയ പഞ്ചസാര, പാല്, ചെറിയ പഞ്ചസാര, നല്ല ചെറിയ പഴം, പഞ്ചസാര അത് അങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഞാൻ അപ്പൂസിന് തണുപ്പ് വേണമെന്നറിയാം. അപ്പൂസിന്റെ ആഗ്രഹം എങ്ങനെയുണ്ട് അപ്പൊ അത് മൂന്നും കൂടി ഇട്ടിട്ടുള്ള നമ്മളെ ഷേക്ക് റെഡി. കൊറേ ഫുള്ളാക്കണ്ട കേട്ടോ. നമ്മളെ കുക്കിങ് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പറഞ്ഞ പോലെ എന്താ ചെയ്യാ, ഇതുണ്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ബൂസ്റ്റ് ഇങ്ങനെ മുകളിലൊന്നും ആക്കുന്നുണ്ട്. അപ്പൂസിന് ഐസ് വേണമെന്ന് പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഐസ് കുറച്ച് കൊടുന്നാക്കാം, തണുപ്പുണ്ടാവും. മതി മതി, നിറയെ ആക്കിയാൽ പോവും. ഇതിലില്ല അമ്മ പാട്ട് വേണമെന്ന് വേണ്ട, പാട്ടിടാം. ഇല്ലല്ലേ, എന്നാ പിന്നെ പാടാം. സുഖല്ലേ പാടാം, പിന്നേക്കാം. നമ്മളെ അസുഖമൊക്കെ വേഗം മാറാൻ പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് നമുക്ക് അടിപൊളി പാട്ടൊക്കെ പാടാം. ശരിക്ക് ഇപ്പൊ തീരെ ഒഴിവില്ല കുറച്ച് ദിവസമായിട്ട്, ഫുള്ള് ബീസ്. മറ്റേ രണ്ടാളും കൂടി ആവുമ്പോ പെട്ടെന്ന് കഴിഞ്ഞല്ലേ പരിപാടികളൊക്കെ. അപ്പൊ ഇതാട്ടോ ഷാർജ ഷേക്ക് കുടിച്ചോട്ടെ, എന്തായാലും ഒന്നും പറയില്ല. അമ്മേനോട് ഷേക്ക് കുടിക്കാൻ എല്ലാരും വന്നോളി. അതാണ് അടുത്താണെങ്കിൽ ഒരു തുള്ളി കൊടുക്കാം. പക്ഷേ ഇനി വരുമ്പോ കൊടുക്കാം, നമ്മളെ കുടിക്കാൻ വരുമ്പോ കൊടുക്കാം. നമ്മളടുത്തേക്ക് ആരെങ്കിലും ഒക്കെ വരട്ടെ, വന്നാല് നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. നമ്മളടുത്ത് എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ അറിയില്ലേ, അതുപോലെ നമ്മൾ സ്വീകരിക്കും കേട്ടാ. അപ്പൊ ആരെങ്കിലും ഒക്കെ വരണം, അറിയില്ല. അപ്പൊ കഴിഞ്ഞത്രപ്പോ നല്ല കുറച്ചുകൂടി ഉണ്ട്, മതിയോ? എന്നാ കുറച്ചുകൂടി കുടിക്കാം. അപ്പൊ നമ്മള് ഇന്നത്തെ ചെറിയ വിശേഷമാണ്, കാരണം അങ്ങനെയാണ്. അപ്പൊ നാളത്തെ വീഡിയോ അടിപൊളി വിശേഷമാണ്. എല്ലാരും കാത്തിരിക്കുന്ന വീഡിയോ. അപ്പൊ ഇന്ന് പറയണില്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ് അല്ല, സർപ്രൈസ് പൊളിയും. അതെ, എല്ലാരും നമ്മളെ നാടൻ ഫാമിലി കാത്തിരിക്കണേ, നമ്മളെ സ്നേഹിക്കണേ, എല്ലാരും കാത്തിരിക്കുന്ന ഒരു വിശേഷമാണ് നാളെ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്താ പറയാ, എല്ലാരും കമനത്തില് പറഞ്ഞോളൂ, കുഴപ്പമില്ല എന്താണെന്നില്ലേ. അപ്പൊ ഇന്ന് പറഞ്ഞാണ്ട് നമ്മള് സർപ്രൈസ് പൊളിക്കുന്നില്ല, നമ്മള് കൊറേ ആയിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ നമ്മളെ ഫോണിൽ നിന്ന് കൊറേ ഉണ്ടാവും, എന്താ പറഞ്ഞാ പറഞ്ഞിരൂല. അപ്പൊ നമുക്ക് നാളെ എന്തായാലും വിശേഷമായിട്ട് കാണാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ. അപ്പൂസേ ബൈ, കൈ കൊണ്ട് കേട്ട് ബൈ. ആ മതി.